ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മുടെ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. അധികം ഒന്നുമില്ല, 15 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ എടുക്കുന്നുള്ളൂ. വളരെ ചെറിയൊരു സെഷൻ ആണ്. ഇപ്പൊ ഈ സെഷനിൽ ഞാൻ പറഞ്ഞ 15 ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പമാനായിട്ട് ഞാൻ പലയിടത്തും തന്നെ എടുത്തിരിക്കുന്ന ഒരൊറ്റ ടോപ്പിക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രോനൗൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന്റെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ കൂടെ പറഞ്ഞു പോവാം. അതിന്റെ കൂടുതലായിട്ടുള്ള റൂളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MTS കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല SCയുടെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ആപ്പിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ കൂടുതൽ കോഴ്സ് എന്തെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ഓരോ വീഡിയോസ് എടുത്ത് അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ജസ്റ്റ് 15 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കൂടുതൽ ഒന്നുമില്ല. 15 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രോനൗൺ ബേസ് ചെയ്തിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാവ് ദെയർ ഓൺ ടോയ്സ്. എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കിക്കേ. ഞാനൊരു 5 സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, 5 to 10 സെക്കൻഡ്സ് ഞാൻ തരാം. നിങ്ങൾ നോക്കിയാൽ മതി. എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കിക്കേ. ചില ക്വസ്റ്റ്യൻ എറർ ഇല്ലാതെയും വരും കേട്ടോ. അപ്പൊ നോക്കിക്കോ. ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാവ് ദെയർ ഓൺ ടോയ്സ്. യെസ്, എന്താണ് എറർ? ഇവിടെ ഇപ്പോ നമ്മള് പലരും എടുക്കുന്നത് ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാവ് അല്ല ഹാസ് അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇത് മാത്രമല്ല എറർ. ഇതൊരു എറർ ആണ്. അതിന്റെ കൂടെ ഒരു എററും കൂടെ ഉണ്ട്. ഇത് കിട്ടിയവർക്ക് ഓക്കെ, വെരി ഗുഡ്. അതല്ലാത്തൊരു ബാക്കിയും നോക്കിക്കേ. എന്തെങ്കിലും എറർ ഉണ്ടോന്ന്. യെസ്, ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാസ് ഹിസ് ഓൺ ടോയ്സ്. ഹിസ് ഓൺ ടോയ്സ്. ഹിസ് ഓൺ ടോയ്സ് എന്നാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ്? കാരണം ഈ ഈച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എവ്രി വൺ, എനി വൺ, എനിബഡി, സം വൺ, സംബഡി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഐദർ, നൈദർ, ഇതൊക്കെ നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ സബ്ജക്ട് സിംഗുലർ ആയിരിക്കും. അതായത് റൂൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ക്ലാസ്സിൽ, നമ്മുടെ നോർമൽ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റൻ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മള് ഇതാണ് ഇതിന്റെ റൂള്. ഈച്ച് അല്ലെങ്കിൽ എവ്രി അല്ലെങ്കിൽ ഐദർ അല്ലെങ്കിൽ നൈദർ, ഇത് മാത്രമല്ല, ഈ 4 മാത്രമല്ല, ഏത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് വന്നാലും അവിടെ ആ സെന്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെന്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കും. ഇനി വേർബ് സിംഗുലർ ആയിരിക്കും. ഇനി നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആരാണ്? പ്രോനൗൺ. ടോപ്പിക് പ്രോനൗൺ ആണ് അല്ലെ. ഇന്നത്തെ ടോപ്പിക് പ്രോനൗൺ ആണ്. സോ പ്രോനൗണും സിംഗുലർ തന്നെ ആയിരിക്കും. ഒരു റൂളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി ഈ പറയുന്ന ഈച്ചിന്റെയും എവ്രിയുടെയും അല്ലെങ്കിൽ ഐദർ, ഇത് 4 മാത്രമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി 4 പറയുന്നേ ഉള്ളൂ. അതല്ലാതെ എനിവൺ, നോവൺ, നോബഡി ഇതൊക്കെ വന്നാലും ഇത് തന്നെയാണുള്ളത് കേട്ടോ. ഇതിന്റെ കൂടെ ശ്രദ്ധിക്കണേ. യെസ്, ഓഫ്. ഇതിന്റെ കൂടെ ഒരു ഓഫും കൂടെ വന്നാൽ അവിടെ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആവും. സബ്ജക്റ്റ്, ഒരു ഓഫ് വന്നപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആയി. നേരത്തെ സിംഗുലർ ആയിരുന്നു സബ്ജക്റ്റ്. പക്ഷെ ഒരു ഓഫ് വന്നപ്പോൾ ഓഫ് അത്ര ചില്ലറക്കാരനല്ല, സബ്ജക്റ്റിനെ തന്നെ മാറ്റാൻ പറ്റും അല്ലേ. യെസ്, ഓഫ് സബ്ജക്റ്റ് പ്ലൂറൽ വരും. വേർബ് സിംഗുലർ ആയിട്ട് നിൽക്കും. ആൻഡ് പ്രോനൗൺ എന്ത് വരും? ഒന്ന് ആലോചിച്ച് നോക്കി. പ്രോനൗണ് സിംഗുലർ വരുമോ അതോ പ്ലൂറൽ വരുമോ? പ്രോനൗണും സിംഗുലർ ആയിട്ട് നിൽക്കും. ഇതാണ് നമ്മുടെ റൂള്. ബേസിക് ആയിട്ടുള്ള റൂളാണ്. SSCക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രോനൗൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു റൂളിനെ ഡിപ്പെൻഡ് ചെയ്ത് വരാറുണ്ട്. ഈ ഒരു റൂളിനെ ബേസ് ചെയ്ത് വരാറുണ്ട്. ഈച്ച്, എവ്രി, ഐദർ, നൈദർ, ഈ ഒരു റൂളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ ഒന്നാണ്
ഈ ഒരു റൂള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്ഥിരം കൺഫ്യൂഷൻ വരുന്നതാണ്. എല്ലാവരും ഓക്കെ ഈ ചെല്ലും പിന്നെ ഇങ്ങനെ ഹിസ് ഒന്ന് ദെയർ എന്ന് പറയില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്മൾ നോർമൽ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ നമ്മുടെ റൂൾ ഇതാണ്. നമുക്ക് റൂൾ ഫോളോ ചെയ്തേ പോകാൻ പറ്റുള്ളൂ അല്ലെ. യെസ്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഇവിടെ ഈച്ചിന്റെ കൂടെ ഒരു ഓഫ് വന്നിട്ടുണ്ട്. ഈച്ചിന്റെ കൂടെ ഓഫ് വന്നിട്ടുണ്ട്. അപ്പൊ സബ്ജക്റ്റ് ആയ ബോയ്സ് നമ്മൾ പ്ലൂറൽ ആക്കി. ബാക്കി വെർബും പ്രോനൗണും സിംഗുലർ ആയിട്ട് നിൽക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സെയിം പാറ്റേൺ ആണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ. Neither of the sisters brought their book. Neither of the sisters brought their book. എന്ത് വരും? Neither of the sisters. സിസ്റ്റേഴ്സ് neither of എന്ന് വന്നുകൊണ്ട് സിസ്റ്റേഴ്സ് എന്നത് പ്ലൂറൽ ആയിട്ട് വന്നു. അത് ഓക്കെ. ആൻഡ് their എന്ന് പറയുന്ന പ്രോനൗൺ സിംഗുലർ അല്ലേ? സോ സിസ്റ്റേഴ്സ് എന്ന് വന്നുകൊണ്ട് അവിടെ her. Neither of the sisters brought her book എന്നാണ്. കേൾക്കുമ്പോൾ നമുക്ക് വലിയ സുഖം തോന്നില്ല, പക്ഷെ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് എന്തുകൊണ്ടാണ് പലർക്കും കേൾക്കുമ്പോൾ സുഖം തോന്നാത്തത്? കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന ഇംഗ്ലീഷിനൊക്കെ നമ്മൾ യൂഷ്വലി പറഞ്ഞു നോക്കും, ഒരു ഓപ്ഷൻ വെച്ച് പറഞ്ഞു നോക്കും. പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ ആകുന്ന ഓപ്ഷൻ നമ്മൾ എടുത്ത് ആൻസർ ആക്കി എഴുതും. അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തെറ്റിച്ച് പറയുന്നുണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് വേർഡ്സ് നമ്മൾ പോലും നമുക്ക് അറിയില്ല തെറ്റാണെന്ന് അറിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കും അല്ലെ. പക്ഷെ തെറ്റാണെന്ന് അറിയില്ല, അത് അങ്ങനെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ അത് തെറ്റായിട്ട് പറയുന്ന ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. സെന്റൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രേസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേർഡ്സ് ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തെറ്റിച്ച് പറയുന്നുണ്ട്. അപ്പം അതുപോലെ ഒരെണ്ണമാണ് നമ്മുടെ ഈ ഒരു പ്രോനൗണിന്റെ കേസും. അതുകൊണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് അധികം ക്വസ്റ്റൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു റൂളിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് പല ഷിഫ്റ്റുകളായിട്ട് വരാറുണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ മനസ്സിലായല്ലോ. അടുത്തത് everyone should bring their own lunch. Everyone should bring their own lunch. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? everyone should bring their own lunch. ഇനി എറർ? ഇവിടെ ഒരു എറർ ഉണ്ട്. എറർ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എറർ ഉണ്ട്. എന്താണ് എറർ? എന്താണ്? യെസ്, എവ്രി വൺ. ഓഫ് ഒന്നും ഇല്ല, അപ്പൊ എല്ലാം സിംഗുലർ അല്ലേ. എവ്രി വൺ ഷുഡ് ബ്രിങ്. ഇവിടെ ഒന്നെങ്കിൽ ഹിസ് വരും, അല്ലെങ്കിൽ ഹെർ വരും. നേരത്തെ നമ്മള് ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഹിസ്സേ വരുള്ളൂ അല്ലെ. ഇനി സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഹെറേ വരുള്ളൂ. ഇവിടെ എവ്രി വൺ എന്ന് പറഞ്ഞുകൊണ്ട് എവ്രി വൺ ഷുഡ് ബ്രിങ് ഹിസ് ഓർ ഹെർ ഓൺ ലഞ്ച്, അല്ലെങ്കിൽ ഹിസ് ഓൺ ലഞ്ച് അല്ലെങ്കിൽ ഹെർ ഓൺ ലഞ്ച് എന്ന് വരും. ഓക്കെ, ഫോർത്ത് ലെസൺ നോക്കിക്കേ. One of the girls forgot their jacket. One of the girls forgot their jacket. എന്ത് വരും? One of the girls forgot her jacket എന്നാണ്. തെറ്റിക്കല്ല, her jacket. നമ്മൾ ഈ റൂളിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അടുത്തത്, the team celebrated their victory. The team celebrated its victory. The team celebrated its victory. ടീം എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. അപ്പം എല്ലാ കളക്റ്റീവ് നൗൺസും നമുക്ക് സിംഗുലർ ആണെന്നോ പ്ലൂറൽ ആണെന്നോ പറയാൻ പറ്റില്ല. ആ ഒരു സെന്റൻസിൽ അതിന്റെ യൂസേജ് അനുസരിച്ച് ശരിക്കും നമുക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കേണ്ടത്. അടുത്തത്, anybody can join the club if they pay the fee. Anybody can join the club if he or she pay the fee. Okay, yes, if he or she pay the fee. അടുത്തത്, neither John nor Paul has brought their bike. Neither John nor Paul has brought their bike. എന്താണ് ഇതിനകത്ത് എറർ? Neither John or Paul nor Paul has brought his bike എന്നാണ്. His bike എന്നാണ് കേട്ടോ. Neither John nor Paul has brought his bike. The dog wagged its tail happily. എന്താണ് എറർ? What's error here? ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? എറർ ഇല്ല, ഓക്കെ ആണ്. നോ എറർ ക്വസ്റ്റ്യൻ ആണ്, അതും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് എക്സാമിന് സാധാരണ രണ്ട് ടൈപ്പ് ഓഫ് സെന്റൻസ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സെന്റൻസ് നമുക്ക് തരുന്ന എറോസ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം എറർ ഉള്ളതാണെന്ന് വിചാരിക്കരുത്. നോ എറർ ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളം വരാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. കാരണം പല ഷിഫ്റ്റിലും നമുക്ക് നോ എറർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നോ എറർ ക്വസ്റ്റ്യൻസ് അത് അങ്ങനെ തന്നെ നമ്മൾ കണക്കാക്കണം, അതിന് എറർ ഇല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, someone left their umbrella. അപ്പൊ ഇത് നോ എറർ ക്വസ്റ്റ്യൻ, നോ എറർ കറക്റ്റ് ആണ്.
അടുത്തത് someone left their umbrella in the hall. Someone left their umbrella in the hall. ഇവിടെ എന്തെങ്കിലും പറഞ്ഞുണ്ടോ? Someone left their umbrella in the hall. ഇനി എന്തെങ്കിലും എറർ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഒരു എറർ ഉണ്ട്. someone left his അല്ലെങ്കിൽ her umbrella എന്ന് വരും. നമ്മുടെ ഈ ഒരൊറ്റ റൂളിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ലെസൺസ് നമ്മൾ ഇന്നത്തെ സെഷനിൽ എടുത്തിരിക്കുന്നത്. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല പലർക്കും ഇപ്പൊ അത് വല്ല കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. നമ്മുടെ മൈക്കല്ല പെൻ അടങ്ങി കാണാണ്ട് വരും. ഓക്കെ, പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. അതുകൊണ്ടാണ് ആ ഒരു റൂളിനെ വെച്ചിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിരിക്കുന്നത്. someone left their അല്ല his അല്ലെങ്കിൽ her. his അല്ലെങ്കിൽ her umbrella in the hall. അടുത്തത് both of the students forgot his books. ഇവിടെ എന്താണ്? both of the students രണ്ടുപേരും. ഓക്കെ, അപ്പൊ both of the students forgot, ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ റിവേഴ്സ് ആയിട്ട് their books എന്ന് വരും. both of the students forgot their books. എന്തുകൊണ്ടാണ് ഇവിടെ both of the students പറയുന്നത്? both എന്ന് പറയുമ്പോൾ രണ്ടുപേരും, അപ്പം അവർ എന്ന മീനിങ് ആണ് അവിടെ നമ്മൾ എടുക്കേണ്ടത്. everyone must do their homework. എന്താണ് error? everyone must do his or her homework എന്ന് കൊടുക്കുക. the committee are making their decision. രണ്ട് error ഉണ്ട്. the committee is making its decision. ഇനി ഇപ്പൊ ഈ സെന്റൻസ് സപ്പോസ് നിങ്ങൾ ഓർക്കുക, ഈ സെന്റൻസ് the committee members എന്നായിരുന്നെങ്കിലോ, അങ്ങനെയായിരുന്നെങ്കിൽ അവിടെ എറർ ഒന്നും ഇല്ലായിരുന്നു. the committee members are making their decision. അത് കറക്റ്റ് ആണ്. അവിടെ കമ്മിറ്റി പ്ലൂറൽ ആയിട്ട് വന്നത്. പക്ഷെ ഇവിടെ നമ്മൾ the committee is making its decision. അവിടെ കമ്മിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ആ കമ്മിറ്റിനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ, neither of the solutions are acceptable. neither of the solutions are acceptable. എന്താണ് ഇവിടെയാണ്? neither of the solutions are acceptable. neither of the solutions is acceptable എന്നല്ലേ വരുന്നത്. neither of the solutions is acceptable. solutions ഏതെങ്കിലും അല്ലെങ്കിൽ രണ്ടും ഇത് രണ്ടും അല്ലെങ്കിൽ ഇതും അതും രണ്ടും acceptable അല്ല എന്നുള്ളൊരു മീനിങ് അല്ലേ. so is. anybody can make their own choice. anybody can make his അല്ലെങ്കിൽ her own choice. his അല്ലെങ്കിൽ her own choice. each student must submit their assignment. each student must submit their assignment. ഇവിടെ എന്താണ്? each student must submit their assignment. each student must submit his അല്ലെങ്കിൽ her assignment. his അല്ലെങ്കിൽ her assignment എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ ക്വിക്ക് ആയിട്ട് ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ നോക്കിയത് അല്ലെ? യെസ്, 15 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ നോക്കാനുള്ളത്. അപ്പൊ പ്രോനോന്റെ ഈ ഒരു റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ ഒരൊറ്റ റൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് അല്ലെ? ഈ ഒരൊറ്റ റൂൾ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഒരു റൂൾ അല്ല, 2 റൂളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ 2 റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ്, 15-ന് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കുക. യെസ്, അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെഷൻ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ. ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത മറ്റൊരു റൂളും ഒക്കെ ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇന്നത്തെ ഈ റൂള് നിങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ ഇത് ഫോക്കസ് ചെയ്യാൻ കാരണം തന്നെ അതാണ്. നമുക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റി പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റൂള് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ സെഷൻ. അപ്പൊ ഇതുപോലെ കൂടുതൽ റൂൾസും അല്ലെങ്കിൽ നമുക്ക് പ്രോനോൺ നമ്മളിന്ന് നോക്കി, പ്രോനോണിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി എന്ന് പറഞ്ഞാലും നമ്മൾ ഒരുപാടൊന്നും നോക്കിയിട്ടില്ല അല്ലെ? ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പ്രോനോണിനെ ബേസ് ചെയ്തിട്ട് ഒരു ഒറ്റ റൂളിന്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. പ്രോനോൺ ഇത്ര വരെ നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോനോൺ എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് പ്രോനോൺസ് ഉണ്ട്. നമുക്ക് സാധാരണ അല്ലെങ്കിൽ ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. ഒരു സെന്റൻസ് വന്നിട്ട് അതിൽ ഏത് ടൈപ്പ് ഓഫ് പ്രോനോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോനോൺ നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് പ്രോനോൺ ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം.
അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. സ്ഥിരമായിട്ട് വരും എന്നല്ല ഞാൻ പറഞ്ഞത്, റെയർ ആയിട്ട് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമ്മുടെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രോനൗൺസ് എന്താണെന്ന് നോക്കുന്നുണ്ട്. ഈ പ്രോനൗൺസിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ഒരു 8 ടൈപ്പ് പ്രോനൗൺ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ട് പഠിക്കും. അതിനെ ബേസ് ചെയ്ത് കുറച്ചധികം ഒരു 8 റൂൾസ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കും. പിന്നെ കുറച്ച് 8 ഇമ്പോർട്ടൻറ്റ് റൂൾസ്, പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു റൂൾസ് നമ്മൾ സെഷനിൽ നോക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് പഠിക്കാനൊക്കെ, അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സെഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PYQs ഒക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ, നമ്മൾ ഏതെങ്കിലും വീഡിയോ ഇടുമ്പോൾ തന്നെ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് നിങ്ങൾ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് അപ്പം തന്നെ വീഡിയോസ് കിട്ടും. ഓക്കെ, അപ്പോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ. കുട്ടി സെഷൻ ആയിരുന്നു. യെസ്, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. സോ അപ്പൊ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ. ഹാവ് എ നൈസ് ഡേ. ഓക്കെ.